പാലക്കാട് ജനം ടിവിയുടെ തത്സമയ സംവാദ പരിപാടിയായ ജനസഭ അലങ്കോലപ്പെടുത്തി കോൺഗ്രസ് പ്രവർത്തകർ. പോലീസിനടക്കം പരിക്കേറ്റു. ASP അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. പാലക്കാട് കോട്ട മൈതാനത്തായിരുന്നു ജനസഭ സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെയധികം ഒരു ആസൂത്രിതമായാണ് ഒരുപക്ഷെ ഈ ഒരു തത്സമയ സംവാദത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് ഒരുപക്ഷെ ഈ ഒരു ജനസഭ ആരംഭിച്ചത് മുതൽ കൃത്യമായി ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രകോപനം ഒരു വശത്ത് നിന്ന് ഉണ്ടാകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ആ ഒരു പ്രകോപനം ആദ്യം ഉടലെടുത്തത്, പിന്നീട് സംഘർഷത്തിലേക്ക് നയിക്കുന്നു. ആ സംഘർഷം ആരംഭിച്ചിട്ടും കൂടുതൽ പേർ ഗുണ്ടാ സംഘങ്ങളെ പോലെ കൂടുതൽ പേർ പോലീസിന് നേർക്ക് പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്നാണ് മറ്റ് കൂടുതൽ പോലീസുകാർക്ക് അടക്കം പരിക്കേൽക്കുന്ന തരത്തിലേക്കുള്ള ആ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നത്. അത്രത്തോളം ഒരു ആസൂത്രിതമായ ഒരു രീതി ഈ ഒരു സംഘർഷത്തിന് പിന്നിൽ ഉണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? വിഷ്ണു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് കൃത്യം 7:30 ജനം ടിവിയുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ജനസഭ പാലക്കാട് കോട്ട മൈതാനത്ത് ആരംഭിക്കുന്നത്. നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട്ടെ വിവിധ ഭാഗങ്ങളിൽ ജനസഭ സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിലും ഒപ്പം തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 3 പഞ്ചായത്തുകൾ, അതായത് പിരായിരി, മാത്തൂര്, അതുപോലെ തന്നെ കണ്ണാടി എന്നിങ്ങനെ 3 പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നിരവധി ജനസഭ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ജനസഭ 7:30 ആരംഭിച്ച് കൃത്യം ഒരു 8:10 ആയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് KSUവിൻ്റെ മറ്റ് ചുമതലയുള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യം ഇതിനൊരു തുടക്കമിടുന്നത്. നമ്മുടെ ജനസഭ നടക്കുന്ന വേദിയുടെ ഇടതുവശത്തായിട്ടാണ് ഈ പെൺകുട്ടിയും മറ്റും വന്നത്. ആദ്യം ഇവർ പരിപാടി നടന്ന് ആദ്യ സമയത്ത് ഇവർ ഉണ്ടായിരുന്നില്ല. അതായത് 7:30 പരിപാടി ആരംഭിച്ചപ്പോൾ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പെട്ടെന്ന് ഈ ഒരു കോൺഗ്രസ്സുകാർ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ അവർ എത്തിയതിന് ശേഷം ഈ പ്രധാനമായും ജനസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ വികസനം സംബന്ധിച്ചാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ യാതൊരു തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഇല്ല എന്നുള്ളൊരു ആക്ഷേപം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. അതായത് ഷാഫി പറമ്പിലിൻ്റെ അഭിമാന പദ്ധതിയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴും അവിടെ ഇപ്പോഴും കിടത്തി ചികിത്സ കൃത്യമായിട്ട് നടക്കുന്നില്ല. മാത്രമല്ല ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. ഒരു പ്രസവം പോലും അവിടെ നടക്കാത്ത സ്ഥിതിയാണ് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാവുകയായിരുന്നു. അതിന് ഉത്തരം പറയുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കോ കഴിയാതെ വരികയും NDA പ്രതിനിധിയായി എത്തിയ പ്രശാന്ത് ശിവൻ ഈ ഓരോ കാര്യങ്ങളും, അതായത് മെഡിക്കൽ കോളേജ് എന്നുള്ളത് വെറും ഒരു ചട്ടക്കൂട് മാത്രമാണ്, അതിൻ്റെ ഒരു ബിൽഡിംഗ് മാത്രമാണ്, അതിനുള്ളിൽ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. 6 മാസം മുൻപ് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ, അതായത് ഷാഫി പറമ്പിലിൻ്റെ അഭിമാന പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പറയുന്ന ഈ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയ്ക്ക്, അവിടുത്തെ അവർക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സമരത്തിനിറങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രശാന്ത് പറയുകയായിരുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് മറ്റൊന്ന് ഉത്തരം പറയാൻ കിട്ടാതെ വന്ന സമയത്താണ് വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം സൃഷ്ടിക്കുന്ന നീക്കം ഉണ്ടായത്. ഈ പ്രശാന്ത് ശിവനെ ഉൾപ്പെടെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യം വിളിച്ച് പറയുകയായിരുന്നു. നമ്മളുടെ ഈ ഒരു ചർച്ചയുടെ അവതാരകനായ അനിൽ നമ്പ്യാർ, അദ്ദേഹം ഉൾപ്പെടെ പുറകിൽ നിന്ന് ഈ അസഭ്യം പറയുന്നത് കേൾക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ഉൾപ്പെടെ ഇവരെ ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഒരു തവണ ഇത്തരത്തിൽ അസഭ്യം പറയുകയും മറ്റുമൊക്കെ ചെയ്ത സമയത്ത് മറുവശത്ത് നിന്ന ആളുകൾ, ഈ പ്രശാന്തിനെ ഒപ്പം വന്നിരുന്ന കുറച്ച് ആളുകൾ അവർക്കെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അസഭ്യം പറയുന്നത് ശരിയല്ല എന്നും മറ്റുമൊക്കെ അവർ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ അവതാരകനും അതുപോലെ തന്നെ പോലീസും വന്ന് ഇവരെ നിയന്ത്രിച്ച് നിർത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനുശേഷം ഇവർ വീണ്ടും സമാന രീതിയിൽ തന്നെ ഈ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യം വിളിച്ച് പറയുകയും വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുകയുമായിരുന്നു ചെയ്തത്. ഇതോടുകൂടെ തന്നെ വലിയ രീതിയിൽ കയ്യേറ്റവും അതുപോലെ തന്നെ പരസ്പരമുള്ള പോരിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ്റെ കൈക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തു. ASP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷമാണ് ഇവരെ നിയന്ത്രിച്ച് നിർത്തിയത്. ഏതായാലും BJP ഇതിൽ പ്രധാനമായും പറയുന്നത് പാലക്കാട് കോൺഗ്രസ് പരാജയ ഭീതി മണത്തു തുടങ്ങിയിരിക്കുന്നു
സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പരാജയ ഭീതി മണത്തു തുടങ്ങിയ കോൺഗ്രസ് വ്യാപകമായി ആക്രമണം അഴിച്ചു വിടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. മാത്രമല്ല ഈ അലങ്കോലപ്പെടുത്താനായി ഇവിടേക്ക് എത്തിയ ആളുകൾ ആരും പാലക്കാട് നിന്നുള്ള കോൺഗ്രസ്സുകാരല്ല എന്നുള്ളതാണ് BJP പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ആരും പാലക്കാട്ടുകാരായിരുന്നില്ല, പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആളുകളാണ്. ഇവർ ബോധപൂർവം തന്നെ ഈ ജനം ടിവിയുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ തന്നെ എത്തിയതാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തത്. നമുക്കും ഈ ഒരു ചർച്ചാ പരിപാടി, അതായത് തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ജനസഭ നമ്മൾ ഇതിനു മുൻപ് നിരവധി സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ നിരവധി തവണ ഇതിനു മുൻപും ഈ സംവാദ പരിപാടി നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ജനസഭ നടത്തുമ്പോൾ ആളുകൾ തമ്മിൽ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ, ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇങ്ങനെ കയ്യാങ്കളിയിലേക്ക് കടന്നിട്ടുള്ളത് അത് ബോധപൂർവം തന്നെ ഈ ഒരു പരിപാടിയെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി എത്തിയതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പരിപാടിയിൽ ആദ്യം തൊട്ട് തന്നെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസ് ഇത്തരത്തിൽ ഈ ചർച്ചയെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ളത് പരാജയ ഭീതി മൂലമാണെന്നാണ് BJP ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഈ കോട്ട മൈതാനിയിൽ ഇന്ന് നിരവധി ചാനലുകളുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടികൾ നടക്കുകയുണ്ടായി. മിക്ക പരിപാടികളിലും ഈ ഇത്തരത്തിലുള്ള വാക്കേറ്റവും മറ്റുമൊക്കെ ഉണ്ടായെങ്കിലും അവിടെയൊന്നും പോലീസ് ഇത്തരത്തിൽ കൈകടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇവിടെ പക്ഷേ അത്തരത്തിലല്ല. പോലീസ് പെട്ടെന്ന് തന്നെ പരിപാടി കൈകടത്തുകയും തുടർന്ന് എത്രയും വേഗം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ പരിപാടിയെ നിർത്തിക്കുകയുമായിരുന്നു ചെയ്തത്. അതേസമയം തന്നെ നമ്മളുടെ ഈ ഒരു സംവാദ പരിപാടിയെ നിർത്തിച്ചതിന് ശേഷവും ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ചാനലിൻ്റെ സംവാദ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ പരിപാടിക്കോ മറ്റോ ഒന്നും യാതൊരു തരത്തിൽ പോലീസ് അവിടെ ഈ പ്രവർത്തകർ ഏറ്റുമുട്ടുമെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയ പ്രവർത്തകർ അവിടെ പോയി ഏതെങ്കിലും തരത്തിലുള്ള കയ്യാങ്കളി ഉണ്ടാകുമോ എന്നൊന്നും പറഞ്ഞില്ല. അത് ഏതായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജനം ടിവിയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിനെ എത്രയും പെട്ടെന്ന് നിർത്തിക്കുക എന്നുള്ളൊരു ശ്രമം ഉണ്ടായോ എന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പരിപാടിയെ ബോധപൂർവം അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്തത്. വിഷ്ണു, ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.